+2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സയൻസ് വിഷയം, അതായത് ബയോമാസ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് 100% ജോലി കിട്ടാൻ ചാൻസ് ഉള്ള ഒരുപാട് കോഴ്സുകളുണ്ട്, ഒത്തിരി കോഴ്സുകളുണ്ട്. അതിന് പ്രൊഫഷണൽ കോഴ്സസ് എന്ന് പറയും. അതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും 100% ഗ്യാരണ്ടിയായി ജോലി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്തായി BSc നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സിന് ആണുങ്ങളായാലും പെൺകുട്ടികളായാലും ഭയങ്കരമായ ഡിമാൻഡാണ് അതിനകത്തുള്ളത്. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പൊ ഇന്ത്യയിലായാലും ഇന്ത്യക്ക് പുറത്തായാലും ഹെൽത്ത് സയൻസസ്, അതായത് ആരോഗ്യ മേഖലയിൽ ഒട്ടനവധി വേക്കൻസികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫിൽ ചെയ്യാൻ പറ്റാത്ത അത്ര വേക്കൻസി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ജോലി എന്ന് പറയുന്നത് 100% ഉറപ്പാണ് BSc നഴ്സിംഗ് എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഭയങ്കരമായ ഡിമാൻഡ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ സയൻസ് ഗ്രൂപ്പ് എടുത്ത ആൾക്കാര് കേരളത്തിൽ നമ്മൾക്ക് എന്താണ് BSc നഴ്സിംഗിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 122 കോളേജസ് ആണുള്ളത്. ഈ 122 കോളേജ് എന്ന് പറയുമ്പോൾ ഒത്തിരി അധികം സീറ്റുകൾ ഉണ്ടെന്ന് പ്രതീക്ഷിക്കേണ്ട. 8500 വരുന്ന സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതിൽ 7 കോളേജുകൾ മാത്രമാണ് ഗവൺമെന്റ് ഫുൾ ആയിട്ടുള്ള ഗവൺമെന്റ് എന്താ പറയുക നഴ്സിംഗ് കോളേജസ് ഉള്ളത്. അതിൽ 60 സീറ്റ് വീതമാണുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് അണ്ടറിൽ വരുന്ന നഴ്സിംഗ് കോളേജിന് 75, ബാക്കി എല്ലാ കോളേജിനും 60 മാത്രമാണ് ഉള്ളത്. അത് കഴിഞ്ഞ രണ്ടാമത്തെ ലെവൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ തന്നെ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ തന്നെ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ 4 കോളേജസ് ഉണ്ട്. 4 കോളേജുകളിൽ 60 സീറ്റ് വീതമാണ് അതിനകത്തുള്ളത്. അപ്പോഴേക്കും നേരത്തെ പറഞ്ഞ കോളേജുകളിൽ 60 വെച്ചിട്ട്, പിന്നെ ട്രിവാൻഡ്രത്ത് 75, പിന്നെ അത് കഴിഞ്ഞ് 4 ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ 4 കോളേജുകളിൽ 60 സീറ്റ് വീതമാണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ വരുന്ന മലബാർ ക്യാൻസർ സെന്ററിന്റെ അണ്ടറിൽ 40 സീറ്റോട് കൂടിയ ഒരു നഴ്സിംഗ് കോളേജസ് ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസിന്റെ അണ്ടറിൽ 6 കോളേജസിലായി 60 സീറ്റുകൾ ഒരു കോളേജിലുണ്ട്. ഒരു കോളേജിൽ 40 സീറ്റുണ്ട്. ബാക്കി എല്ലാ കോളേജും 50 സീറ്റ് വീതമാണ്. ഇങ്ങനെ ഇത്രയും കോളേജസ് ആണ് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ, ഗവൺമെന്റിന്റെ സ്റ്റാഫിങ്ങോട് കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നതിനകത്ത് വരുന്നത്. ഈ കോളേജുകളിൽ വന്നിട്ട് ആദ്യത്തെ കോളേജിൽ പഠിക്കാനായിട്ട് 7 കോളേജ് തുച്ഛമായ ഫീസ്, ഗവൺമെന്റ് ഫീസ് മാത്രമേ വരത്തുള്ളൂ. അത് കഴിഞ്ഞ് വരുന്ന കോളേജുകളിലാണെങ്കിൽ ഏകദേശം ഒരു 65,000 വരുന്ന പ്രതിവർഷ ഫീസും അതിനോടൊപ്പം തന്നെ ഹോസ്റ്റൽ ഫീസും വരുന്നുണ്ട്. അപ്പൊ ഇത്തരം കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ +2 സയൻസ് വിഷയം ബയോളജി സബ്ജക്ട് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് നല്ല മാർക്ക് കൂടി കിട്ടുന്നവർക്ക് മാത്രം. പ്രത്യേകിച്ച് ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഒരു 95%, 93% താഴെയുള്ള ആർക്കും അത് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ OBC ആയാലും അങ്ങനെ തന്നെയാണ്. എല്ലാ കാറ്റഗറിക്കും നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഈ റിസൾട്ട് വന്ന ഉടനെ തന്നെ LBS, ഗവൺമെന്റ് LBS വന്നിട്ട് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യും. നിങ്ങൾ അതിലേക്ക് ആപ്ലിക്കേഷൻ ഇടേണ്ടി വരും. LBS ആണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഞാൻ ആദ്യമേ പറയാം, ഒരു 85, ഞാൻ നേരത്തെ പറഞ്ഞ കോളേജിന് പുറമെ ബാക്കി വരുന്ന എല്ലാ കോളേജും സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജസ് ആണ്. എല്ലാം സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജസ് ആണ്. അവിടെയെല്ലാം മാനേജ്മെന്റ് കോട്ടയുണ്ട്. ചില കോളേജസ് ആണെങ്കിൽ മൈനോറിറ്റി ഇമ്പോർട്ടൻസ് ഉള്ള ക്രിസ്ത്യൻ കോളേജുകളും അല്ലാത്ത കോളേജസും ഉണ്ട്. അവിടെയൊക്കെ അവർക്ക് റിസർവേഷൻ ആ കാറ്റഗറീസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും 8500 കഴിഞ്ഞു കഴിഞ്ഞാൽ നഴ്സിംഗ് അഡ്മിഷൻസ് വന്നിട്ട് കേരളത്തിൽ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് നല്ല മാർക്കുള്ളവര് 85% മുകളിലുള്ള ആൾക്കാർ മാത്രം അപേക്ഷ കൊടുത്ത് വെയിറ്റ് ചെയ്യുക. അല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് നഴ്സിംഗ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ നല്ല കോളേജസ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നല്ല കോളേജസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അത്തരം കോളേജുകൾ കണ്ടുപിടിക്കാനുള്ള ടെക്നിക് ഞാൻ പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ നോക്കേണ്ടത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരമുണ്ടോ എന്ന് നോക്കുക. രണ്ടാമത്, ആ കൺസേൺഡ് സ്റ്റേറ്റിന്റെ, നമ്മൾ ഇവിടെയാണെങ്കിൽ ആരോഗ്യ സർവകലാശാല എന്ന് പറയുന്നത് പോലെ തമിഴ്നാട്ടിലാണെങ്കിൽ MGR യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസസ് ഉണ്ട്. കർണാടകയിലാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസസ് ഉണ്ട്. ഈ സർവകലാശാലകളുടെ അംഗീകാരം ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലും അതാത് കൺസേൺ സ്റ്റേറ്റിന്റെയും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ, അതായത് ആരോഗ്യ സർവകലാശാലകൾ ഉണ്ട്, അവരുടെ അംഗീകാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കോളേജാണ് എന്നറിയണമെങ്കിൽ ആ കോളേജുകളിൽ തന്നെ 100-ന് മുകളിലോട്ട് വരുന്ന സീറ്റോട് കൂടിയ സീറ്റുകളുള്ള ഒരു ആശുപത്രി, ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് നോക്കുക ഇൻസൈഡ്. അല്ലാതെ ചിലപ്പോൾ നമുക്ക് 2 ഹോസ്പിറ്റലുണ്ട്, 3 ഹോസ്പിറ്റലുണ്ടെന്ന് പറയും. മുഖ്യവാദം അത് അവരുടേതായിരിക്കില്ല. നമ്മുടെ കോഴ്സ് 3 വർഷമൊക്കെ ആകുമ്പോഴേക്കും ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടോ പ്രാക്ടിക്കലിന് വേണ്ടി മറ്റ് കോളേജുകളിൽ കൊണ്ടുപോകുന്ന പരിപാടിയാണ് ഉണ്ടാവുക. അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഒരു 100 ബെഡെങ്കിലുമുള്ള ഒരു
എന്താ പറയുന്ന ഒരു ആശുപത്രി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ജോയിൻ ചെയ്യാവൂ. പിന്നെ അവിടെ പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് ഏതാണെന്നൊക്കെ നിങ്ങൾ വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അവിടെ പോയി ജോയിൻ ചെയ്യാൻ പാടില്ല. ഞാൻ പറയുന്നത് അത്തരം സ്റ്റേറ്റുകളിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റുകളുടെ മെഡിക്കൽ കോളേജുകളോട് കൂടിയ നഴ്സിംഗ് കോളേജസ് ഉണ്ട്. ചിലപ്പോൾ എന്താണ് മറ്റു സാധാ ഒരു ചെറിയ നഴ്സിംഗ് കോളേജിനേക്കാൾ 1, 2, 3 ലക്ഷം രൂപ കൂടുതലാണെങ്കിലും ഒരു മെഡിക്കൽ കോളേജിന്റെ ഫീലിംഗ് തോന്നുന്ന മെഡിക്കൽ കോളേജോട് കൂടിയ ഒരു നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. തുടക്കം മുതൽ തന്നെ അവർക്ക് എന്താണ് പ്രാക്ടിക്കൽ നോളജ് കിട്ടും. അപ്പൊ നമ്മൾ എന്താണ് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും. വിദേശ രാജ്യങ്ങളിൽ പോയി കാലം നമുക്ക് എളുപ്പത്തിൽ ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ആവശ്യമായ ഏത് സ്റ്റേറ്റില് ഏത് സ്ഥലത്ത് ഏതൊക്കെ കോളേജസ് ആണ് നല്ലത്, ഏതൊക്കെയാണ് മോശങ്ങൾ, അവിടുത്തെ ഫീസ് സ്ട്രക്ചർ എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് ഞാൻ നൽകുന്നതാണ്. ഞാൻ എന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക. താങ്ക് യു.